ഒരു വർഷം മുമ്പ് രാജ്യത്തെ പ്രമുഖ ക്ലബ്ബിൽ നിന്ന് ഓണററി അംഗത്വം റദ്ദാക്കി എഴുതിത്തള്ളിയ പെൺകുട്ടി ഏത് കാരണത്താലാണോ അന്ന് അന്യായമായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയയാക്കപ്പെട്ടത്, അതേ കാര്യം നെഞ്ചുറപ്പോടെ ഒരു വർഷത്തിനു ശേഷവും അവൾ നിർഭയം ലോകത്തോട് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ വിളിച്ചു പറഞ്ഞു. ആ കാര്യം ഇതായിരുന്നു: തന്റെ ക്രൈസ്തവ വിശ്വാസമാണ് തനിക്ക് എല്ലാറ്റിലും ഉപരിയായുള്ളത് എന്നത്. ആ പെൺകുട്ടിയാണ് 2025 ഒക്ടോബർ 30 ഇന്ത്യയെ ആദ്യമായി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച ജെമിമ റോഡ്രിഗസ്. അന്ന് ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചെന്ന ആരോപണത്താലാണ് തനിക്ക് ഓണററി അംഗത്വം നിഷേധിച്ചതെങ്കിൽ, രാജ്യത്തെ ചരിത്ര ജയത്തിലെത്തിച്ച അഭിമാന നേട്ടം കൊയ്തപ്പോഴും അവളുടെ നാവിൽ ഉയർന്നത് യേശുനാമസ്തുതിയും പരിശുദ്ധ വചനവുമായിരുന്നു. തഴയാനും തളച്ചിടാനുമുള്ള ഉദ്യമങ്ങളെ വിശ്വാസത്താൽ അതിജീവിച്ച് രാജ്യത്തിന്റെ അഭിമാനപുത്രിയായി ഉയർത്തപ്പെട്ടപ്പോഴുള്ള അവളുടെ വിശ്വാസ പ്രഖ്യാപനം ചിലരെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണ് ജെമിമ റോഡ്രിഗസിനെ വിമർശിച്ച് BJP നേതാവും നടിയുമായ കസ്തൂരിയുടെ ട്വിറ്റർ പോസ്റ്റ്. ലോകകപ്പ് സെമി വിജയത്തിന് യേശുവിന് നന്ദി പറഞ്ഞുള്ള ജെമീമയുടെ പ്രതികരണത്തിനെതിരെയാണ് കസ്തൂരി രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീരാമന്റെ പേരിലോ ശിവന്റെ അനുഗ്രഹത്താലോ ഹനുമാൻജിയുടെ പേരിലോ ആരെങ്കിലും നന്ദി പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണമെന്ന് തനിക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കസ്തൂരി എക്സിൽ കുറിച്ചു. ക്രിസ്തീയ വിശ്വാസ പ്രചരണത്തിന് വേണ്ടി മുംബൈയിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ ക്ലബ്ബായ ഖാർ ജിംഖാന ക്ലബ്ബിലെ അംഗത്വം ഉപയോഗിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് അതിലൂടെ ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ ജെമീമ മാറ്റി നിർത്തപ്പെടുവാനുള്ള സാധ്യത പലരും വിലയിരുത്തിയ സാഹചര്യത്തിൽ തളർന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയർന്ന ജെമീമ എന്ന പെൺകുട്ടിയുടെ വിശ്വാസവീര്യം ഈ BJP നേതാവിനെ മാത്രമല്ല പലരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വിശ്വാസം വേറെ, പ്രൊഫഷൻ വേറെ എന്ന പല സെലിബ്രിറ്റികളുടെയും വാദങ്ങളെ വെല്ലുവിളിക്കുകയാണ്. 2024 ഒക്ടോബർ 20 നടന്ന പൊതുയോഗത്തിലായിരുന്നു വിശ്വാസ പ്രചരണം ആരോപിച്ച് ഖാർ ജിംഖാന ക്ലബ്ബ് അംഗങ്ങൾ ജെമിമ റോഡ്രിഗസിന്റെ അംഗത്വം റദ്ദാക്കാൻ ചർച്ച നടത്തിയത്. വൈകാതെ താരത്തിന് നൽകിയ ഓണററി അംഗത്വം റദ്ദാക്കിയെന്ന് ഖാർ ജിംഖാന പ്രസിഡന്റ് വിവേക് ദേവ്നാനി മാധ്യമങ്ങളെ അറിയിച്ചു. ഈ വാർത്ത പുറത്തുവന്നതോടെ ജെമിമ റോഡ്രിഗസിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും സംഘപരിവാർ ഹാൻഡിലുകളിലും ജെമീമയെ പരിഹസിച്ച് ഒരു കൂട്ടത്തോടെ രംഗത്ത് വന്നു. ഒറ്റപ്പെടലിന്റെ കണ്ണുനീരിന്റെ ദിനങ്ങൾ, കടുത്ത സൈബർ ആക്രമണവും ട്രോളിങ്ങും, ക്രിസ്തീയ പ്രചാരകന്റെ മകൾ, ക്രിക്കറ്റ് മിഷണറി എന്ന ആക്ഷേപ വിശേഷണങ്ങൾ അവൾ അഭിമാനമായിട്ടാണ് സ്വീകരിച്ചത്. താൻ വല്ലാത്ത വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും എന്നാൽ പിടിച്ചു നിൽക്കാൻ പ്രത്യാശ പകരുന്നത് കർത്താവാണെന്നും അവൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇപ്പോഴിതാ അന്ന് വിശ്വാസത്തെ പ്രതി തന്നെ തഴഞ്ഞവർക്ക് മുന്നിൽ മാത്രമല്ല ലോകം മുഴുവനോടും അവൾ തന്റെ വിശ്വാസം ധീരതയോടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉയർച്ചയിലും താഴ്ചയിലും, വിജയത്തിലും പരാജയത്തിലും, ഒറ്റപ്പെടലിലും പ്രശസ്തിയിലും എല്ലാം വിശ്വാസം സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നുള്ള ആ ധീര നിലപാടിൽ അസ്വസ്ഥപ്പെടുന്നവർക്ക് അതിനെ സമയമുണ്ടാകൂ.